വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ അവശ്യ സർവീസുകൾ പ്രത്യേക ട്രാക്കുകളില്ല. ആംബുലൻസുകൾ ഉൾപ്പെടെ ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്നത് പതിവാകുന്നു. ഒപ്പം കാൽനട യാത്രികർക്ക് ആവശ്യമായ അണ്ടർ പാസേജുകളോ ഫൂട്ട് ഓവർ ബ്രിഡ്ജുകളോ കേവലം ഒരു നടപ്പാത പോലും ഇവിടെ ഒരുക്കിയിട്ടില്ല. അവശ്യ സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ ടോൾ പിരിക്കാനുള്ള അധികൃതരുടെ അനാവശ്യ ധൃതി കാരണം പൊതുജനങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്നാണ് ആക്ഷേപം. ദേശീയപാത 66 മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസ. വെട്ടിച്ചിറയിൽ ടോൾ പിരിവ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിട്ട് അധിക നാളുകളായിട്ടില്ല. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കും മുൻപ് ധൃതി പിടിച്ചാണ് ടോൾ പിരിക്കാൻ ആരംഭിച്ചതെന്ന ആക്ഷേപം നേരത്തെ തന്നെ വ്യാപകമായിരുന്നു. ഇതിനിടയിലാണ് ടോൾ പ്ലാസയിൽ ഏർപ്പെടുത്തേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും വെട്ടിച്ചിറ ടോൾ വീഴ്ച വരുത്തിയിട്ടുള്ളതെന്ന ആക്ഷേപം ഉയരുന്നത്. ആംബുലൻസുകൾ, ഫയർഫോഴ്സ് പോലുള്ള അവശ്യ സർവീസുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെയാണ് വെട്ടിച്ചിറ ടോളിന്റെ പ്രവർത്തനം. ആളുകളുടെ ജീവനുമായി ചീറിപ്പാഞ്ഞു വരുന്ന ആംബുലൻസുകൾ ടോളിൽ വരി നിന്ന് സമയം നഷ്ടമാകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകളും ഇതേ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നു. ആംബുലൻസ് ക്യൂവിലുള്ളപ്പോൾ പോലീസുകാരും ടോൾ പ്ലാസ ജീവനക്കാരും മുന്നിലുള്ള വാഹനങ്ങളെ ഗേറ്റ് തുറന്ന് കടത്തിവിട്ട ശേഷമാണ് ആംബുലൻസുകൾക്ക് കടന്നുപോകാനാകുന്നത്. എന്നാൽ ഇതിനിടയിൽ മുന്നിലുള്ള വാഹനത്തിന്റെ ഫാസ്ടാഗ് റീഡ് ചെയ്യുന്നതിലെ താമസമോ തകരാറോ വന്നാൽ ആംബുലൻസുകൾ പിന്നെയും വൈകുന്നു. ഇതിനു പുറമെ പ്രദേശവാസികൾ നേരിടുന്ന പ്രതിസന്ധികളും ചില്ലറയല്ല. ദേശീയപാതകളിലെ ടോൾ പ്ലാസയ്ക്ക് സമീപം കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി NHAI കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും വെട്ടിച്ചിറയിൽ ബാധകമല്ലാത്ത സ്ഥിതിയാണ്. ഹൈവേ മുറിച്ചു കടക്കുന്നതിനും സുരക്ഷിതമായി നടക്കുന്നതിനും ആവശ്യമായ സംവിധാനങ്ങൾ ഉൾപ്പെടുത്താൻ ഇതിൽ നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഇവയിലൊന്നുപോലും വെട്ടിച്ചിറയിലെ ടോളിന് ബാധകമല്ലാത്ത വിധത്തിലാണ് പ്രവർത്തനം. തിരക്കേറിയ പാതകൾ മുറിച്ചു കടക്കാൻ ടോൾ പ്ലാസകൾക്ക് സമീപം ഫുട് ഓവർ ബ്രിഡ്ജുകൾ നിർമ്മിക്കണമെന്ന നിബന്ധനയുണ്ട്. ഇത് ദേശീയപാതയിലെ ജനവാസ മേഖലകളിലെല്ലാം വേണമെന്നാണ് നിർദ്ദേശമുള്ളത്. ഒപ്പം തന്നെ അണ്ടർപാസുകൾ വേണമെന്നും NHAI നിർദ്ദേശിക്കുന്നുണ്ട്. ഇതൊന്നും പാലിക്കാതെയാണ് വെട്ടിച്ചിറ ടോളിന്റെ പ്രവർത്തനം. ഇതിനൊക്കെയപ്പുറം കേവലം ഒരു നടപ്പാത പോലും ഒരുക്കാൻ അധികൃതർ ഇവിടെ തയ്യാറായിട്ടില്ല. ടോൾ പ്ലാസയുടെ അവസാനം 2 ചെറിയ ട്രാക്കുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് വേണ്ടിയാണിത്. നിരന്തരം വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ ട്രാക്കിലൂടെ വേണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രികർക്ക് ടോൾ പ്ലാസ കടന്നുപോകാൻ. ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകൾക്ക് പ്രത്യേക ട്രാക്കുകൾ, കാൽനട യാത്രക്കാർക്ക് കടന്നുപോകാൻ സുരക്ഷിതമായ നടപ്പാത തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾക്കായി രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.